Hello, time travelers. Welcome back to day 5 of the Tense Mastery series. Today, we are hopping into our time machine and zooming back to the past. That's right, folks, it's time for the simple past tense. This tense is like a photo album of what already happened. അതായത് ഇന്ന് നമ്മൾ ഡൈവ് ഇൻ ചെയ്യുന്ന എന്തിലേക്കാണ്? സിമ്പിൾ പാസ്റ്റ്. ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ച ഒരു ആൽബം പോലെയാണ്. എന്താണ് സംഭവിച്ചത്, പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്? എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് ലൈക്ക് യുവർ ഫേവറേറ്റ് ഫോട്ടോ ആൽബം. It's used to talk about actions or events that are done or dusted. That means finished. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി കംപ്ലീറ്റഡ് ആയ, പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയ ആക്ഷൻസിനെ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ പറയാനാണ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ സംടൈംസ് യു മേ ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിക്കോസ് അത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന് തോന്നാറുണ്ട്. ബട്ട് അന്ന് നമ്മൾ പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എന്തുണ്ട്, നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. വെദർ യു ate pizza at last night, dance like nobody was watching that last weekend, or binge watched your favorite series yesterday, simple past has your back. നമ്മൾ ഇന്നലെ രാത്രിയിൽ പിസ്സ കഴിച്ചതാവാം, അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ചു പൊളിച്ചൊരു ഡാൻസ് കളിച്ചതാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് സീരീസ് നമ്മൾ ഒറ്റയടിക്കിരുന്ന് കണ്ടു തീർത്തതാവാം. ഇതൊക്കെ എന്താണ്, കഴിഞ്ഞ കാര്യങ്ങളാണ്. സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അതിനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ലേൺ പോസിറ്റീവ് സെൻറ്റൻസസ് ത്രൂ a casual chat. Imagine this. I called my friend Sam yesterday and here is how our conversation went. Hey Sam, what did you do yesterday? Oh, I watched a movie and ate a huge bowl of popcorn. And what about you? I visited the park and played badminton with my friends. സോ ഇതായിരുന്നു കോൺവെർസേഷൻ. അതായത് ഞാൻ സാമിനോട് ചോദിച്ചു ഇന്നലെ എന്ത് ചെയ്തു എന്ന്. സാം പറഞ്ഞു എന്ത്, അയാളൊരു മൂവി കണ്ടു ആൻഡ് ഒരു ഹ്യൂജ് ബോൾ ഓഫ് പോപ്കോൺ കഴിച്ചു. എന്നോട് എന്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിച്ചു. ആൻഡ് ഐ സെഡ് ഞാൻ പാർക്കിൽ പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിച്ചു. സോ നോട്ടീസ് ഹൗ ദ വേർബ്സ് ആർ ഇൻ ദെയർ പാസ്റ്റ് ഫോം. ഇവിടെ കണ്ട വേർബ്സ് എങ്ങനെയാണ്? വാച്ച്ഡ്, എയ്റ്റ്, വിസിറ്റഡ്, പ്ലേഡ്. വെൽ, ഇറ്റ്സ് സിമ്പിൾ. ആൻഡ് വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ എന്താ ചെയ്തേ? കമൻറ്റ് ബിലോ and I would love to know what did you do. Now, how to form negative sentences with a daily life twist. Here is an example of a negative sentence. My little brother is so lazy. Yesterday I asked him, did you clean your room? He said, I did not clean it. Of course, he didn't. സോ ഞാൻ ഇന്നലെ എൻ്റെ അനിയനോട് ചോദിച്ചു, അവനാണെങ്കിൽ ആകെ ഒരു മടിയനാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ നിൻ്റെ റൂം ക്ലീൻ ചെയ്തോ? അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല. അതെ, എനിക്കറിയാം, അവൻ എന്ത് ചെയ്തിട്ടില്ല, റൂം ക്ലീൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ നെഗറ്റീവ് സെൻറ്റൻസ് ഹിയർ. റൂം ക്ലീൻ ചെയ്തിട്ടില്ല. ഹീ ഡിഡൻറ്റ്. വെൻ യു വോണ്ട് ടു സേ സംതിങ് ഡിഡൻറ്റ് ഹാപ്പൻ, ജസ്റ്റ് യൂസ് ഡിഡ് നോട്ട് ആൻഡ് ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വെൻ യു വോണ്ട് ടു സേ സംതിങ് ഡിഡൻറ്റ് ഹാപ്പൻ, സംഭവിക്കാത്ത ഒരു കാര്യം പറയുമ്പോൾ ജസ്റ്റ് യൂസ് ഡിഡ് നോട്ട് ആൻഡ് ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, മുന്നേ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസസ് പറഞ്ഞപ്പോൾ V2 ഫോം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ? വാച്ച്ഡ്, എയ്റ്റ്, വെൻറ്റ്, പ്ലേഡ്, അങ്ങനെ നമ്മൾ V2 ഫോം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബട്ട് ദിസ് ടൈം നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസസ് പറയുമ്പോൾ ഡിഡിൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? V1 അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ് നോട്ട് ഗോ ടു ദ ജിം യെസ്റ്റർഡേ. ഐ ഡിഡ് നോട്ട് ഗോ ടു ദ ജിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ജിമ്മിൽ പോയില്ല. ഷീ ഡിഡ് നോട്ട് ഫിനിഷ് ഹർ ഹോംവർക്ക്.
She did not finish her homework. അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല. Okay. And now your turn. Think of one thing you did not do yesterday and write it in the comments. Be honest, and we are all friends here, right? So be honest. Now let's practice questions. How to form questions with simple past. Well, imagine you are a detective trying to solve a mystery. Okay. നിങ്ങളൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. ഒരു കപ്പ് കേക്ക് മോഷണം പോയി. ആ മോഷണം പോയ കപ്പ് കേക്കിനെ കുറിച്ചുള്ള മിസ്റ്ററി അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സസ്പെക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഡിഡ് യു സീ ദ മിസ്സിംഗ് കപ്പ് കേക്ക്? നോ, ഐ ഡിഡൻറ്റ്. ഡിഡ് യു ഈറ്റ് ഇറ്റ്? Maybe. See how easy is to form questions. Just start with did, add the subject and the base form of the verb. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്? ഡിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ആഡ് ദ സബ്ജക്റ്റ് ആൻഡ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഡിഡ് യു സീ ദ മിസ്സിംഗ് കപ്പ് കേക്ക്? ഡിഡ് യു സി ആണ് എന്ത്? നമുക്കിതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇനി എന്താണ് ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ യൂസേജ്? അപ്പോൾ നമുക്കൊരു കുഞ്ഞു സ്റ്റോറിയിൽ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റോറി വഴി നമുക്കിതൊന്ന് മനസ്സിലാക്കാം. Let's use the simple past tense to tell a quick story. Yesterday was wild. First I woke up late because my alarm didn't ring. Then I ran to catch the bus, but I missed it. So I walked to work, and guess what? I forgot my lunch at home. അപ്പോൾ ഇന്നലെ സംഭവിച്ചതാണ്. ഇന്നലെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു. ഒന്നാമത് ഞാൻ എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. എൻ്റെ അലാം അടിച്ചില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ബസ്സിൻ്റെ പുറകെ ഓടി. പക്ഷേ ബസ്സും മിസ്സായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വർക്ക് പ്ലേസിലേക്ക് നടന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലഞ്ച് വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ട് സ്റ്റോറി എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയ ഈവൻറ്റ്സ് ഓർ ആക്ഷൻസ് നമ്മൾ പറയുന്നത്. ഇനി വാട്ട് ഈസ് യുവർ ടാസ്ക് ഇസ് റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് യുവർ യെസ്റ്റർഡേ യൂസിങ് അറ്റ്ലീസ്റ്റ് 3 സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസസ്. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് എൻ ഓൾഡ് ഫ്രണ്ട്. ഞാൻ എൻ്റെ പഴയൊരു കൂട്ടുകാരനെ കണ്ടു. വി ടോക്ക്ഡ് ഫോർ അവേഴ്സ്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിച്ചു. ദെൻ വി ഹാഡ് കോഫി അറ്റ് എ കോസി കഫേ. ഞങ്ങളൊരു അടിപൊളി കഫേയിൽ പോയിട്ട് നല്ലൊരു കോഫി കുടിച്ചു. സോ ഇങ്ങനത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഒരു സ്റ്റോറിയാക്കി 2 or 3. That's it for today. Let me make this lesson stick. Here is your challenge. Write one thing you did yesterday. അപ്പോൾ ഇതൊന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യണം. ഫസ്റ്റ് വൺ, റൈറ്റ് വൺ തിങ് യു ഡിഡ് യെസ്റ്റർഡേ. ഇന്നലെ ചെയ്ത ഒരു കാര്യം. റൈറ്റ് വൺ തിങ് യു ഡിഡ്ന്റ് ഡു. ഇന്നലെ ചെയ്യാൻ പറ്റാഞ്ഞ ഒരു കാര്യം. ദെൻ ദ തേർഡ് വൺ ഈസ് ആസ്ക് മീ ക്വസ്റ്റ്യൻ അബൌട്ട് മൈ യെസ്റ്റർഡേ. ഇന്നലത്തെ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം, ഇന്നലെ സംഭവിച്ചത്. I'll reply to as many as I can in the comments, and don't forget to like, share and subscribe. See you tomorrow for day 6 of the Tense Mastery series. Until then, keep talking about your yesterdays and make them fun. Thank you for watching and bye from Think in English.